നമസ്കാരം. ഒരു മണ്ഡലത്തിന്റെ രാഷ്ട്രീയ മനസ്സ്, അവിടുത്തെ ഡേറ്റ വെച്ച് എങ്ങനെ വായിച്ചെടുക്കാം, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. കേരളത്തിലെ പയ്യന്നൂർ നിയോജക മണ്ഡലമാണ് നമ്മുടെ ഇന്നത്തെ പഠനവിഷയം. അവിടുത്തെ സാധാരണക്കാരുടെ യഥാർത്ഥ പ്രശ്നങ്ങളും മാറുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളും നമുക്ക് കണക്കുകളുടെ വെളിച്ചത്തിലൊന്ന് പരിശോധിക്കാം. നമ്മുടെ ഈ ഒരു വിശകലനത്തിന് 5 ഘട്ടങ്ങളുണ്ട്. ആദ്യം നമ്മൾ പയ്യന്നൂരിന്റെ ഭൂപ്രകൃതിയും ജനങ്ങളെ മനസ്സിലാക്കും. പിന്നെ അവരെ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 5 പ്രശ്നങ്ങളിലേക്ക് കടക്കും. തുടർന്ന് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണെന്ന് നോക്കും. അതിനൊരു പരിഹാരം നിർദ്ദേശിച്ച ശേഷം ഒരു അന്തിമ നിഗമനത്തിൽ നമ്മളെത്തും. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു സ്ഥലത്ത് രാഷ്ട്രീയം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ആ നാടിന്റെ മണ്ണറിയണം, അല്ലേ? പയ്യന്നൂരിന് അതിൻ്റെതായ ഒരു ചരിത്രമുണ്ട്, വളരെ സവിശേഷമായ ഒരു ഭൂപ്രകൃതിയുമുണ്ട്. ഇതാണ് അവിടുത്തെ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന അടിസ്ഥാന ഘടകം. പയ്യന്നൂർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ടൗണിന്റെ ചിത്രമായിരിക്കും വരുന്നത്. പക്ഷെ അതല്ല യാഥാർത്ഥ്യം. ആ രാഷ്ട്രീയത്തെ ശരിയായി മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ വൈവിധ്യങ്ങളെ നമ്മൾ തിരിച്ചറിയണം. കാരണം ഓരോ പ്രദേശത്തെയും ജനങ്ങളുടെ ആവശ്യങ്ങളും വേദനകളും വേറെ വേറെയാണ്. നോക്കൂ, പയ്യന്നൂർ മണ്ഡലത്തെ നമുക്ക് പ്രധാനമായും 3 തിരിക്കാം. ഒന്ന്, പയ്യന്നൂർ ടൗൺ ഉൾപ്പെടുന്ന തീരദേശ മേഖല. കച്ചവടവും മറ്റു ജോലികളുമൊക്കെയായി ജീവിക്കുന്നവരാണ് ഇവിടെ കൂടുതൽ. പക്ഷെ അവിടെ നിന്ന് കിഴക്കോട്ട് ചെറുപുഴ പോലുള്ള മലയോര മേഖലയിലേക്ക് പോകുമ്പോൾ കാര്യങ്ങൾ ആകെ മാറും. അവിടുത്തെ പ്രധാന പ്രശ്നം റോഡും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്തതാണ്. അതായത് ഒരേ മണ്ഡലത്തിനുള്ളിൽ തന്നെ 3 വ്യത്യസ്ത ലോകങ്ങൾ. തീരദേശത്തെ കച്ചവടക്കാരന്റെ പ്രശ്നമല്ല, മലയോരത്തെ കർഷകന്റെയാണ്. ഇനി നമുക്ക് സാമൂഹിക ഘടനയിലേക്ക് വരാം. പയ്യന്നൂർ ടൗണിൽ ഏകദേശം 80% ഹിന്ദുക്കളാണ്, 17% മുസ്ലിങ്ങളും. പക്ഷെ ഗ്രാമങ്ങളിലേക്ക് വരുമ്പോൾ ഈ കണക്ക് മാറും. ഉദാഹരണത്തിന്, ചില പഞ്ചായത്തുകളിൽ മുസ്ലിം ജനവിഭാഗത്തിന് ഭൂരിപക്ഷമുണ്ട്. ഈ സാമൂഹിക ഘടനയ്ക്ക് ഇവിടുത്തെ വോട്ടിംഗ് രീതിയിൽ വ്യക്തമായ സ്വാധീനമുണ്ട്. ഇനി നമുക്ക് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ജനങ്ങളുടെ മനസ്സിൽ പുകയുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഭരണകൂടം ശ്രദ്ധിക്കേണ്ട 5 പ്രധാനപ്പെട്ട സിഗ്നലുകളാണ് നമ്മളിനി ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ സിഗ്നൽ വിലക്കയറ്റമാണ്. 6.6%. ഇതൊരു വെറും നമ്പറല്ല, ഇത് ഓരോ വീട്ടിലെയും അടുക്കളയിൽ തീ പടർത്തുന്ന ഒന്നാണ്. സാധാരണക്കാരന്റെ കയ്യിലുള്ള 100 രൂപയ്ക്ക് ഇന്നലെ വാങ്ങിയ സാധനം ഇന്ന് കിട്ടുന്നില്ല. ഓരോ കുടുംബത്തിന്റെയും ബഡ്ജറ്റ് താളം തെറ്റുകയാണ്. മറ്റു 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ഗൾഫിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചെത്തിയവരുടെ അവസ്ഥ. വലിയ പ്രതീക്ഷകളോടെ നാട്ടിലെത്തിയ അവർക്കിന്ന് ജോലിയുമില്ല, കടം മാത്രം. 2, മലയോര കർഷകരുടെ പേടി സ്വപ്നം, കാട്ടുപന്നി ശല്യം. അതവരുടെ അധ്വാനത്തെ മാത്രമല്ല, ജീവൻ വരെ ഭീഷണിയാണ്. മൂന്നാമത്തേത് അത്ര പെട്ടെന്ന് പുറത്തു കാണാത്ത ഒന്നാണ്, ചില സമുദായങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളിൽ വരുന്ന മാറ്റങ്ങൾ. ഇത് നിശബ്ദമാണെങ്കിലും അതിന്റെ പ്രത്യാഘാതം വലുതായിരിക്കും. ഇനി 5-മത്തത്, ഒരുപക്ഷെ ഏറ്റവും അപകടകരമായ സൂചന. ജനങ്ങൾക്ക് താങ്ങും തണലുമാകേണ്ട സർക്കാർ സംവിധാനങ്ങൾ തന്നെ കൈയൊഴിയുന്നു. ഇത് സർക്കാരിലുള്ള വിശ്വാസത്തെയാണ് ഇല്ലാതാക്കുന്നത്. ഈ കണക്കുകൾ നോക്കൂ, ഇത് ശരിക്കും ഞെട്ടിക്കുന്നതാണ്. പോഷകബാല്യം പദ്ധതി, അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അങ്കണവാടി വഴി കിട്ടേണ്ട പാലും മുട്ടയും ഫണ്ടില്ലാത്തതുകൊണ്ട് നിർത്തിവച്ചിരിക്കുന്നു. അതുപോലെ റേഷൻ 45% കുടുംബങ്ങൾക്ക്, അതായത് പകുതിയോളം വീടുകളിൽ ജനുവരിയിൽ റേഷൻ എത്തിയിട്ടില്ല. ഉൾനാടൻ ഗ്രാമങ്ങളിലെ അവസ്ഥ ഇതിലും മോശമാണ്. ഒരു സാധാരണ കുടുംബത്തെ ഇതെത്രമാത്രം ബാധിക്കുമെന്നാലോചിച്ചു നോക്കൂ. അപ്പോ ഈ പ്രശ്നങ്ങളെല്ലാം എവിടെയാണ് ചെന്ന് തട്ടുന്നത്? തീർച്ചയായും അത് ഭരണപക്ഷത്തിന്റെ വാതിലിലാണ്. ജനങ്ങളുടെ ഈ അതൃപ്തികൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെയാണ് മാറ്റിമറിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചിത്രം ഇങ്ങനെയായിരുന്നു. LDFന് വളരെ വ്യക്തമായൊരു ഭൂരിപക്ഷം, ഏകദേശം 15% വലിയൊരു മാർജിൻ. ഇതവരുടെ ശക്തമായ സംഘടനാ സംവിധാനത്തിന് തെളിവാണ്. പക്ഷേ അന്നത്തെ സാഹചര്യം തന്നെയാണോ ഇന്നും നിലനിൽക്കുന്നത്? ഏതൊരു നേതാവിനെയും വിലയിരുത്തുമ്പോൾ അവരുടെ ശക്തിയും ദൗർബല്യവും ഒരുപോലെ നോക്കണം. ഇവിടെയും അതുതന്നെയാണ് അവസ്ഥ. ഒരു വശത്ത് ശക്തമായ പാർട്ടി സംവിധാനത്തിന്റെ പിന്തുണയുള്ള ഒരു മുതിർന്ന നേതാവ്, അത് വലിയൊരു ശക്തിയാണ്. എന്നാൽ മറുവശത്ത് യുവാക്കളുമായും സ്ത്രീകളുമായും ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നില്ല എന്നൊരു പരാതിയുണ്ട്. ഉൾപ്രദേശങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്ന തോന്നലും ശക്തമാണ്. ഇതിനെല്ലാം ഉപരി ക്ഷേമപദ്ധതികളിലും വികസനത്തിലും വന്ന വീഴ്ചകൾ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭരണവിരുദ്ധ വികാരമെന്ന് പറയുന്നത് MLAയോടുള്ള വ്യക്തിപരമായ ദേഷ്യമല്ല, അത് സിസ്റ്റത്തോടുള്ള ദേഷ്യമാണ്. ഒരു വീട്ടിലെ റേഷൻ മുടങ്ങുമ്പോൾ ആ വീട്ടുകാരുടെ ദേഷ്യം അവർ കാണുന്ന ഭരണകൂടത്തിന് നേരെ തിരിയും. ഇതാണ് അതിന്റെ മനഃശാസ്ത്രം. അപ്പോ ചോദ്യം ഇതാണ്, ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെ കരകയറാം? വെറുതെ കുറ്റം പറഞ്ഞിരുന്നാൽ മതിയോ? പോരാ. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അവരുടെ വിശ്വാസം വീണ്ടെടുക്കാനും കൃത്യമായൊരു പ്ലാൻ വേണം. അതാണ് നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞങ്ങളിതിനെ ചതുർമുഖ സിദ്ധാന്തം എന്ന് വിളിക്കും. അതായത് 4 മുഖങ്ങളുള്ളൊരു തന്ത്രം.
ജനങ്ങളുമായി നഷ്ടപ്പെട്ടുപോയ ബന്ധം വീണ്ടെടുക്കാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുമുള്ളൊരു വഴികാട്ടിയാണിത്. ഈ സിദ്ധാന്തത്തിന്റെ 4 മുഖങ്ങൾ ഇവയാണ്. 1. ആക്രമണം. ആരെയാണ് ആക്രമിക്കേണ്ടത്? വ്യക്തികളെയല്ല, ജനങ്ങളെ വലയ്ക്കുന്ന പ്രശ്നങ്ങളെയാണ്. 2. സ്ഥിരത. ഇന്ന് കിട്ടുന്നത് നാളെയും കിട്ടുമെന്നുറപ്പ് ജനങ്ങൾക്ക് നൽകുക. 3. നൂതനാശയം. പുതിയ കാലഘട്ടത്തിലെ യുവാക്കൾക്ക് പ്രതീക്ഷ നൽകുന്ന പുതിയ ആശയങ്ങൾ. 4. സംരക്ഷണം. കർഷകരെയും സ്ത്രീകളെയും പോലുള്ള സാധാരണക്കാർക്കൊരു സംരക്ഷകനുണ്ടെന്ന തോന്നലുണ്ടാക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ പ്രശ്നത്തിനും ഈ 4 സമീപനങ്ങളിലൂടെ പരിഹാരം കാണാൻ കഴിയും. ഇതൊന്നും വെറും വാഗ്ദാനങ്ങളല്ല, ജനങ്ങൾക്ക് കാണാനും തൊടാനും അനുഭവിക്കാനും പറ്റുന്ന കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് പയ്യന്നൂർ സോളാർ സ്കൂൾ ലൈറ്റുകൾ എന്നൊരു പദ്ധതി, അല്ലെങ്കിൽ അങ്കണവാടി പവർ പ്ലസ് എന്ന പേരിൽ കുട്ടികളുടെ പോഷകാഹാരം ഇനി മുടങ്ങില്ലെന്ന് ജനങ്ങൾക്ക് ഉറപ്പു നൽകുക. ഓരോ പഞ്ചായത്തിലെയും ഏറ്റവും മോശം റോഡുകൾ നന്നാക്കാൻ ഒരു പ്രത്യേക പദ്ധതി. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയാണ് നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വിശകലനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. എന്താണ് പയ്യന്നൂർ എന്ന ഈ മണ്ഡലം യഥാർത്ഥത്തിൽ നമ്മളോട് പറയുന്നത്? പയ്യന്നൂരിലെ ജനങ്ങൾ രാഷ്ട്രീയ പ്രബുദ്ധരാണ്. അവർ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ അവരുടെ ദൈനംദിന ജീവിതത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ സിസ്റ്റം പരാജയപ്പെടുമ്പോൾ അവർ നിസ്സഹായരാവുന്നു. ആ ഒരു നിസ്സഹായാവസ്ഥയാണ് ഇവിടുത്തെ പ്രധാന വികാരം. ആ വികാരത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവസാനത്തെയും ഏറ്റവും പ്രസക്തമായതുമായ ചോദ്യം ഇതാണ്: ജനങ്ങളുടെ വയറ്റത്തടിക്കുന്ന പ്രശ്നങ്ങൾക്ക് മുന്നിൽ ഒരു പാർട്ടിയുടെ സംഘടനാശേഷിക്ക് എത്രകാലം പിടിച്ചു നിൽക്കാൻ സാധിക്കും? യഥാർത്ഥത്തിൽ പ്രധാനം പാർട്ടിയാണോ അതോ ഭരണത്തിന്റെ പ്രകടനമാണോ? ഈ ചോദ്യം നിങ്ങൾക്കായി വിട്ടുകൊണ്ട് ഈ വിശകലനം ഇവിടെ നിർത്തുന്നു.